കുറുപ്പുംപടി ടൗൺ ബേസ്ഡ് ആയിട്ട് ചെറിയ ബഡ്ജറ്റിന്റെ വീട് അന്വേഷിച്ച് നടക്കുന്നവർക്കായിട്ട് ഈ കാണുന്ന വീട് വരുന്നത് 4.25 സെന്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റ് വീടാണ്. അത് 3 ബെഡ്റൂം വരുന്ന വീടാണ് കേട്ടോ. അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. ഒരു വലിയൊരു ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഗേറ്റ് ഇടാവുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവറേജ് മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറ്റമൊക്കെ നല്ല രീതിയിൽ തന്നെ ടൈല് വിരിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്ന വീടാണ്. ഫ്രണ്ടിലായാലും സിറ്റ് ഔട്ടിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. ഇതിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. നല്ലൊരു ഡോറ്, നല്ലൊരു ഭംഗി തന്നെ ചെറിയൊരു മിനിമൽ ആയിട്ടുള്ള ഡിസൈനിൽ ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പീനട്ട് ഒരു ബ്രൗൺ കളർ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടൊരു ഹാളാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സോഫ സെറ്റ് ഇടാവുന്ന ഒരു ഹാളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയും ചെറിയ AC കൊടുത്ത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ചെറിയൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മിനിമൽ ആയിട്ടുള്ള ഒരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റൂമിലേക്ക് പോവാം. ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇവിടെയും നല്ലൊരു വാർഡ്രോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നമുക്ക് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു വാർഡ്രോബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് വരുന്നത്. ടോയ്ലറ്റ് നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്ന ടൈൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് വരുന്നത്. അപ്പോൾ അടുത്ത റൂമുകളിലേക്ക് പോവാം. അതിൽ നിന്ന് നമുക്ക് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്നാണ് 2 ബെഡ്റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. അപ്പൊ ഇവിടെ അത്യാവശ്യം 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പാളിയുടെ വിൻഡോസ് അവിടെ വരുന്നുണ്ട്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നല്ല രീതിയിൽ തന്നെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇത് അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് വരുന്നത്. അത്യാവശ്യം ആവറേജ് വലിപ്പമുള്ള ബെഡ്റൂമാണ്. വാർഡ്രോബും കാര്യങ്ങളും കൊടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അതിനിടയ്ക്ക് ആയിട്ട് അതിന്റെ മിഡിലായിട്ട് തന്നെയാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈലൊക്കെ ചെയ്ത് ഹീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർക്കും തീർന്നിട്ടുള്ള ഒരു നീറ്റ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ടോ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ചെറിയൊരു ബെഡ്റൂം ആണ് കേട്ടോ. അത്യാവശ്യം കിഡ്സ് റൂം ഒക്കെ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ബെഡ്റൂം ആണ് വരുന്നത്. അവിടെ നിന്ന് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ. കിച്ചൺ നോക്കുമ്പോഴായാലും അത്യാവശ്യം കബോർഡ് വർക്ക് എല്ലാം തീർത്ത് നല്ല ഭംഗി തന്നെയാണുള്ളത്. നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള ഏരിയയും കാര്യങ്ങളും വരുന്നത് ചെറിയൊരു കിച്ചൺ കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നോർമൽ വിറകടുപ്പിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നിലവിൽ യൂസ് ചെയ്യണല്ല, നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചെറിയൊരു വർക്ക് ഏരിയ ആണ്. മുകളിലേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ആ കാണുന്ന വഴി സ്റ്റെയർ കാര്യങ്ങൾ മുകളിലേക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന ഒരു കിണറാണ് കേട്ടോ. അപ്പൊ ബാക്ക് ഏരിയയും അത്യാവശ്യം ടൈലൊക്കെ വിരിച്ച് ഭംഗി തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കൊച്ചു ഭവനത്തിന് ചോദിക്കുന്ന വില വെറും 31 ലക്ഷം രൂപ ഉണ്ടാവും. 3 ബെഡ്റൂം വരുന്ന ഒരു കോമൺ ടോയ്ലറ്റും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്ന ബെഡ്റൂമുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ വില 31 ലക്ഷം രൂപ ആയതുകൊണ്ട് തന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വീട് സ്വന്തമാക്കാം. അപ്പൊ താല്പര്യമുള്ളത് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി. 1100 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ വിസ്തൃതി വരുന്നത്. അതുപോലെ 4.25 സെന്റ് സ്ഥലത്താണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.